പട്ടാപ്പകൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 30ഓളം പോലീസുകാരുടെ അകമ്പടിയോടെ നടന്നു വരുന്ന വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ഒരു 4 KSUക്കാരായ 4 യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. അതായത് എന്താ പറയാ, ആൾക്കൂട്ടമുള്ള കണ്ണൂർ റെയിൽവേ, പ്രത്യേകിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 30ഓളം പോലീസുകാരുടെ അകമ്പടിയോടെ നടന്നു വരുന്ന വീണ ജോർജിനെ 4 KSUക്കാർ ചേർന്നിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തമാശ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, പിന്നെ ഇവർ പറയും CPM കള്ളത്തരം പറയുന്നതിന് നമുക്കിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അവർ സ്വാഭാവികമായും കള്ളത്തരമൊക്കെ പറയും. അങ്ങനെ അവർ കള്ളത്തരം പറയുന്നു. ഈ ചാനലിൽ വന്നിരുന്നിട്ടേ, ഞാനിപ്പോൾ 2-3 ചാനലുകൾ കണ്ടു. ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ വിറക്കുകയാണ് എന്ന് പറയാൻ, ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയെ കൊല്ലാൻ. ഇവരെ പറച്ചിൽ കേട്ടായിരിക്കും ആരോഗ്യമന്ത്രിയെ ഇവർ കൊന്നു എന്ന് വിചാരിക്കും. ആ രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളുണ്ടായി. പക്ഷെ ഇപ്പൊ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എന്റെ കഴുത്താണ് അത് 2 വിഭാഗക്കാർ വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ശരി ശരി, റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ വീഡിയോയില് യഥാർത്ഥത്തിൽ ശരി ഈ 10-25ഓളം ക്യാമറകളും 10-25ഓളം വീഡിയോ ക്യാമറകളും CCTVയും ഒന്നും വീണ ജോർജിനെ KSUക്കാർ ആക്രമിക്കുന്നത് അങ്ങനെ ഒരു ദൃശ്യം അതിലൊന്നുമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് നമ്മുടെ മൊട്ട അരുൺ റിപ്പോർട്ടർ ചാനലിലെ, അതായത് പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുൺ നമ്മൾ പിണറായി വിജയൻ എന്ത് തോന്നിയാസം ചെയ്താലും CPM എന്ത് തോന്നിയാസം ചെയ്താലും അതിനൊക്കെ അനുകൂലിക്കുന്ന, അല്ലെ, അതിനെ മുഴുവനും കണ്ണടച്ച് അനുകൂലിക്കുന്ന ഡോക്ടർ അരുൺകുമാർ പറയുകയാണ്, ഞങ്ങളൊരു 3 ക്യാമറമാൻമാരുണ്ടായിരുന്നു. ഇവരുടെ ദൃശ്യങ്ങളും മറ്റ് ചാനലുകളുടെ ദൃശ്യങ്ങളും മുഴുവനും കണ്ടു. പക്ഷെ അതിലൊരിടത്തും വീണ ജോർജിനെ ആക്രമിക്കുന്നതായി ഒരു ദൃശ്യവുമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അത്തരം ദൃശ്യം കിട്ടാത്തിടത്തോളം കാലം വീണ ജോർജിനെ KSUക്കാർ ആക്രമിച്ചു എന്ന് കരുതാൻ ന്യായമില്ല എന്ന് പറയുന്നത് ആരാണ്? ഏറ്റവും വലിയ CPM അനുഭാവിയായ, CPMന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന, CPMന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ അവതാരകനാണ് പറയുന്നത് അങ്ങനെയില്ല. പിന്നെ അതിന് അങ്ങേപ്പുറത്തും വേറെ തെളിവ് വേണ്ടല്ലോ. മാത്രവുമല്ല, ഞാൻ കാണിച്ച ആ വീഡിയോയിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വീണ ജോർജ് നടന്നു വന്ന് കൂടെ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ പത്രക്കാരോട് ഇവരിങ്ങനെ ചിരിച്ചുല്ലസിച്ച് മുരളീധരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവരിങ്ങനെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ചിരിച്ചുല്ലസിച്ചിട്ടാണ്. മാത്രമല്ല ഭയങ്കര എന്താ പറയാ ആവേശത്തോടെയാണ് വരുന്നത്. ധൈര്യമുണ്ടെങ്കിൽ വരിനട എന്നൊക്കെയാണ് വെല്ലുവിളിച്ചത്. എന്നെ വിട്, നിങ്ങൾക്ക് എന്താ പേടിയോ, ഇവര് വിളിച്ച് പറയണം. ഞാൻ കേട്ടതൊക്കെയാണ്. അതായത് വീണ ജോർജ് ഈ സമരക്കാരോട് പറയുന്നു, നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണോ, കേറി വാട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇരച്ചു പോകുന്നത് ഇവരുടെ അടുത്തേക്ക്, സമരക്കാരുടെ അടുത്തേക്ക്. അപ്പം ഒരു വീര നായികയുടെ പരിവേഷത്തിലാണ് യഥാർത്ഥത്തിൽ വീണ ജോർജ് വരുന്നത് കേട്ടോ. കാരണം അങ്ങനെയാണ് അവരുടെ എന്താ പറയുക ശരീരഭാഷയൊക്കെ അങ്ങനെയാണ്. അവരിങ്ങനെ എന്താ പറയുക സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു പുലിയെ പോലെയാണ്. പുലിയല്ല സിംഹം, സിംഹത്തിനാണല്ലോ. അങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റ സിംഹത്തെ പോലെ, സിംഹിയെ പോലെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് പത്രക്കാരെന്തോ വരുന്നത്. പത്രക്കാരോട് ചിലരോട് ഇവർ ചിരിച്ചു വർത്താനം പറയുന്നു. മറ്റു ചിലരുടെ പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് ഇവര് എന്താ പറയാ മുഖം കറുപ്പിക്കുന്നു. അപ്പോഴാണ് പോലീസുകാർ പത്രക്കാരെ പിടിച്ചു മാറ്റുന്നത്. മന്ത്രിയെ പ്രകോപിപ്പിക്കല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഒക്കെ വളരെ ഉഷാറാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ 3-ാം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷംസീറിനെ കാണുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഷംസീറാണ് ഇത് പറ്റിയ സന്ദർഭം തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ ജോർജിനോട് പറയുന്നത്, കഴുത്തുവേദന ആക്ട് ചെയ്തോ തിരക്കഥയ്ക്ക് ഞാൻ തയ്യാറാക്കിക്കോളാം എന്ന ഒരു രീതിയിൽ പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കം മുഴുവൻ അതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടില്ല.
അപ്പോഴാണ് പെട്ടെന്ന് മുഖ്യമന്ത്രിയെ വിളിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഫോൺ കൊടുക്കുന്നത്. അപ്പോഴാണ് വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ ഫോൺ കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. അതിലെന്താ വീണ ജോർജ് പറഞ്ഞത്? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ എന്താ പറയുക ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ വീഡിയോ കിട്ടും. ഒരുപാട് വീഡിയോ ഉണ്ട്. വീണ ജോർജ് ആദ്യമായി ഈ ഫോണിൽ ആദ്യം തന്നെ ഫോൺ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് വീണ ജോർജിന് മനസ്സിലായത് ആക്ടിങ് പൊളിയും. അതുകൊണ്ട് പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട്, അതായത് ആരാണ് അഭിലാഷ് ഷട്ടാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്, പണ്ടത്തെ സിനിമയിലൊക്കെ ഈ SIയുടെ ഫോൺ കിട്ടുമ്പോൾ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ചാടി എഴുന്നേറ്റിട്ടാണ് ഫോൺ എടുക്കുക പറഞ്ഞു. അതായത് ഫോണിൽ സംസാരിക്കുമ്പോൾ എണീറ്റ് നിന്നിട്ടാണ് സംസാരിക്കുക, ബഹുമാനം കൊണ്ട്. അപ്പൊ അതേപോലെയാണ് വീണ ജോർജ് ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഫോൺ എന്ന് കേട്ടപ്പോൾ വീണ ജോർജ് ചാടി എണീറ്റിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എന്നിട്ട് മുഖ്യമന്ത്രിയോട് വീണ ജോർജ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ കയറി വരുമ്പോൾ രണ്ടുപേര് വന്നു, അവിടെ ഭയങ്കര ഉന്തും തള്ളും ഉണ്ടായി. അങ്ങനെയാണ് വീണ ജോർജ് പറയുന്നത്. ഞാനിങ്ങനെ കയറി വരികയായിരുന്നു, അപ്പോഴാണ് ഒരു ബഹളം, ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നു വരികയാണ്. എനിക്ക് ഈ കഴുത്തിന് ഒരു വേദന അനുഭവപ്പെട്ടു. ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വീണ ജോർജ് മുഖ്യമന്ത്രിയോട് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ കയറി വരുമ്പോൾ അവിടെ ഉന്തും തള്ളും ബഹളവും ഒക്കെ ഉണ്ടായി, എൻ്റെ കഴുത്തിന് വേദന അനുഭവപ്പെടുന്നു, ഇതാണ് പറഞ്ഞത്. അപ്പോഴാണ് അങ്ങേപ്പുറത്ത് നിന്ന് ഷംസീർ ആരോടോ പറയുന്നത്, പരിക്കുണ്ട്, ആശുപത്രി കൊണ്ടുപോകണം, വണ്ടി വിളിക്കുന്നൊക്കെ, ടാക്സി വിളിയടാ, അങ്ങനെ മറ്റേ കുതിരട്ടപ്പോ പറയാ ടാക്സി വിളി എന്നൊക്കെ ഷംസീർ പറയുന്നുണ്ട്. അത് ഷംസീറിന്റെ സംവിധാനത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കരുതിയാൽ മതി കേട്ടോ. അപ്പൊ മുഖ്യമന്ത്രിയോട് വീണ ജോർജ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവിടെ ഉന്തും തള്ളുമുണ്ടായി, അതിനുശേഷം എനിക്കിവിടെ വേദന. വീണ ജോർജ് ആണ് പറയേണ്ടത്, KSUക്കാർ തന്നെ ആക്രമിച്ചെങ്കിൽ, തന്റെ കഴുത്ത് പിടിച്ചെങ്കിൽ, തന്റെ കഴുത്തിന് ഇടിച്ചെങ്കിൽ, തന്റെ കഴുത്ത് അടിച്ചെങ്കിൽ വീണ ജോർജ് മുഖ്യമന്ത്രിയോട് പറയണമായിരുന്നു, CMA ഞാൻ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു, അപ്പോഴാണ് കരിങ്കൊടി വീശാനെത്തിയ 2-3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കഴുത്ത് പിടിച്ചു, എൻ്റെ കഴുത്തിനടിച്ചു, എൻ്റെ കഴുത്തിന് ഇടിച്ചു, എൻ്റെ കഴുത്ത് തിരിച്ചു. ഇതൊക്കെ പറയണമായിരുന്നു. ഇത് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതായത് യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് ഇതിന്റെ തെളിവ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഈ ഒരു വീഡിയോ ദൃശ്യം. മുഖ്യമന്ത്രിയോട്, അതായത് അതാണ് FIR, അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. വീണ ജോർജ് തന്നെ പറയണ്ട, ഗൺമാൻ പറയണ്ടോ, വീണ ജോർജ് പറയട്ടെ. വീണ ജോർജ് പറഞ്ഞു കഴിഞ്ഞതാണ് സത്യം. അവിടെ ഉന്തും തള്ളൊക്കെ ഉണ്ടായി. പിന്നെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എൻ്റെ കഴുത്തിന് ഇപ്പോൾ വേദന ഉണ്ടാവും ചിലപ്പോൾ. കാരണം പോലീസുകാർ വീണ ജോർജിനെ പിടിച്ചു മാറ്റിയിരുന്നു. അപ്പോഴൊക്കെ കൈ ചിലപ്പോൾ തട്ടിയിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല, ആ ബഹളത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോൾ ഇവരുടെ ഈ ഷോഫിൻ്റെ ഇടയിൽ ചിലപ്പോൾ കഴുത്ത് ഉളുക്കി പോയിട്ടുണ്ടാവും. നമ്മളെ കഴുത്ത് ഉളുക്കണമെങ്കിൽ ഒരാൾ കഴുത്ത് പിടിക്കണമെന്നൊന്നുമില്ല, കഴുത്ത് പിടിച്ച് ഓടിക്കണമെന്നില്ല, മാരകായുധം കൊണ്ട് വെട്ടണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെ എന്താ പറയാ, സുരേഷ് ഗോപിക്ക് അഭിനയിക്കുന്ന പോലെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ ചിലപ്പോൾ കഴുത്തൊക്കെ ഉളുക്കും. അതാണ് വീണ ജോർജ്. വീണ ജോർജ് എന്തൊക്കെയായാലും നമ്മുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയുടെ പോലെ KK ശൈലജയെ പോലെ അമ്മാതിരി പെരുങ്കള്ളങ്ങളൊന്നും വീണ ജോർജ് പറയില്ല കേട്ടോ. ഞാൻ കമ്പയർ ചെയ്യണേ. അപ്പോൾ അത്ര വലിയ കള്ളങ്ങൾ വീണ ജോർജ് പറയാറില്ല. അതുകൊണ്ട് തന്നെ വീണ ജോർജ് വളരെ സത്യസന്ധമായിട്ടാണ് പിണറായി വിജയനോട് പറഞ്ഞത്, അവിടെ ഒന്നും തള്ളുവായി ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ എൻ്റെ കഴുത്ത് വേദനിക്കുന്നുണ്ട്. അപ്പോ മനസ്സിലായല്ലോ, KSUക്കാർ എന്നെ ആക്രമിച്ചിട്ടില്ല, അവർ എൻ്റെ കഴുത്തിനെ അടിച്ചിട്ടില്ല, പിടിച്ചിട്ടില്ല, കുത്തിയിട്ടില്ല, ഒന്നുമില്ല. അതിന്റെ ശേഷമാണ് നമ്മുടെ സംവിധായകൻ പറയുന്നത്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ശരിക്കും അടിച്ച് കുത്തി വെട്ടി. അപ്പോഴത്തേക്കാണ് പുതിയ സംവിധായകർ വരുന്നത്. ആര്? MV ഗോവിന്ദൻ, MV ജയരാജൻ, KK രാഗേഷ്, പിന്നെ സകലമാന ആൾക്കാരും വന്നും കണ്ട് കൊലപാതകം, വധശ്രമം, റീത്തുവെക്കൽ. വല്ല കാര്യമുണ്ടോ? ഞാനിപ്പോ സംസാരിക്കുന്നതേ നല്ല സഖാക്കളോടാണ്. CPM-നെ സ്നേഹിക്കുന്ന, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സഖാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. കരിങ്കൊടി വീശുക എന്നുള്ളത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. നമ്മുടെ സഖാക്കൾ എത്ര കരിങ്കൊടി വീശിക്കണല്ലേ. ഇവര് ഇന്ന് മറ്റേ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് അരുൺകുമാർ, ഏത് ചാനലിനെയും, ഏഷ്യാനെറ്റില് അരുൺകുമാർ വന്ന് പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയിച്ചില്ല അത്രേ.
എടോ എവിടെയെങ്കിലും നമ്മളെ സഖാക്കള് കരിങ്കൊടി വീശാൻ പോകുമ്പോൾ മുന്നേ അറിയിച്ചിട്ടാണ് പോകല്. ഞങ്ങളിതാ ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കരിങ്കൊടി വീശുന്ന ആരെങ്കിലും പറയല്ലോ. അവര് പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രിമാരോ അല്ലെങ്കിൽ ആരോടാണോ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് അവരുടെ യാത്ര മധ്യേ അവര് കരിങ്കൊടി വീശും. ആ കരിങ്കൊടി വീശും എന്നുള്ളത് അതൊരു പ്രതിഷേധത്തിന്റെ രൂപമാണ്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, അതാണ് അതിന്റെ ഒരു സന്ദേശം. അതാരും സമയം കുറിച്ച് കൊടുക്കാറില്ല. പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ ഇത്ര മണിക്ക് ഇന്ന ആളെ കരിങ്കൊടി വീശുന്ന് പറയാറില്ല, ആരും പറയാറില്ല. അപ്പൊ അരുൺകുമാർ പറയുന്നു അത് വലിയ എന്തോ ഒരു ക്രൈമായി പോയി, പറഞ്ഞില്ല അത്രേ. അതുപോട്ടെ. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ നല്ല സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇനിയെങ്കിലും ഇമ്മാതിരി വേഷം കെട്ടലൊന്നും ചെയ്യരുത്. മഹാബോറാണ്. കാരണം പഴയ പോലെയല്ല. ഇപ്പൊ എല്ലാ ആൾക്കാരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്, എല്ലാ ആൾക്കാർക്കും എല്ലാ ദൃശ്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര കള്ളത്തരം പറഞ്ഞാൽ ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം ആൾക്കാർക്ക് തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇനി എത്ര വധശ്രമം എന്ന് എത്ര പറഞ്ഞാലും ഇനി അവസാനം ഇത് കോടതിയിലെത്തി, സുപ്രീം കോടതി പറയട്ടെ, പക്ഷേ ഇത് വധശ്രമമാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ആൾക്കാര് വിശ്വസിക്കില്ല. അവര് ഈ കാഴ്ചകളൊക്കെ കണ്ട ആൾക്കാരാണ്. അപ്പൊ എന്തിനാണ് അപഹാസ്യരാകാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവാണ്ടി ചോദിക്കുകയാണ്. ഞാനും പഠിക്കുന്ന കാലത്ത് SFIക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. DYFI എന്ന പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊക്കെ ആദ്യകാലങ്ങളിൽ ഏറെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. 2 വർഷം ദേശാഭിമാനിയിൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് പഴയ സഖാക്കളോടൊക്കെ നല്ല സ്നേഹവും ബഹുമാനമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയണം, ഇനിയെങ്കിലും ഈ വേഷം കെട്ട് എടുക്കണ്ട, ഇത് വിലപ്പോകില്ലെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് വന്ന് കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിച്ച് പോയി. 30 പോലീസുകാരുണ്ട്, അവർ പിടിച്ചുകൊണ്ടുപോയി. വീണ ജോർജിനെ വളരെ സുന്ദരമായി വന്ദേ ഭാരതിൽ കയറി അവർക്ക് പോകായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതിങ്ങനെ അഭിനയിച്ചിട്ട് എന്തൊക്കെ കേട്ടിപ്പോ അല്ലേ, ആരൊക്കെ എന്തൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അല്ലേ സോഷ്യൽ മീഡിയ മുഴുവനും എടുത്തിട്ട് അലക്കുകയല്ലേ. എന്തിന് നിങ്ങളല്ലേ അതൊക്കെ ഉണ്ടാക്കിയത്? ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു കരിങ്കൊടി പ്രകടനം ഒക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ലല്ലോ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. നിങ്ങൾ ചെയ്യുന്ന അത്ര വീറോടെ വാശിയോടെ ഒന്നും അല്ല KSCക്കാര് ചെയ്യുന്നത്. വസീഫ് ഏതൊരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു കേട്ടു, ഒരു 3 KSCക്കാരുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ, KSCക്കാർ ആകെ 3 എണ്ണം ഉണ്ടാവുള്ളൂ. ആടോ പാവങ്ങളാണോ KSCക്കാര്? SFIക്കാർ അത്ര വർദ്ധിത ആവേശമൊന്നും ഇല്ല. നിങ്ങളെ SFI നേതാവല്ലേ, നിങ്ങളെ AISFന്റെ നേതാവിനോട് വനിതാ നേതാവിനോട് എന്താ പറഞ്ഞത്? തന്തല്ലാത്ത കുട്ടീനെ ഞാൻ ഉണ്ടായിത്തരുന്നൊക്കെയല്ലേ പറഞ്ഞത് അല്ലേ? അങ്ങനെയൊന്നും KSCക്കാർ പറയില്ലടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ നിങ്ങൾ പറയുന്ന മാതിരി. അപ്പൊ അങ്ങനെ വീണ ജോർജ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ സ്വാഭാവികമായി ഈ നാടകക്കളിയൊന്നും കളിക്കാതെ അവര് സ്വാഭാവികമായും എല്ലാ മന്ത്രിമാർക്കും കരിങ്കൊടി വീശുന്ന ആൾക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. മന്ത്രിമാരുടെ പാട്ടിന് പോകും. അതാണ് ഇതുവരെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഇപ്പം നടക്കുന്ന എന്തൊക്കെയാ നടക്കുന്നത്? എത്ര പ്രകടനങ്ങൾ അല്ലേ, എത്ര പ്രകടനങ്ങൾ, എത്ര എന്താ പറയാ ഇവരുടെ യാത്ര ഉണ്ടല്ലോ, സതീശന്റെ യാത്ര. ആ സതീശന്റെ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നശിപ്പിക്കുന്നു, കോൺഗ്രസ് ഓഫീസിലേക്ക് കല്ലെറിയുന്നു, അവരിങ്ങോട്ട് കല്ലെറിയുന്നു. വല്ല ആവശ്യമുണ്ടോ? പോട്ടെ, കഴിഞ്ഞ് ഇനി എന്നെങ്കിലും എൻ്റെ മക്കളെ നിങ്ങളൊന്ന് നന്നാവാൻ നോക്കി. അത്രയും പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.